പണ്ടൊക്കെ ഞായറാഴ്ചകളിൽ പള്ളി കഴിഞ്ഞാൽ വീട്ടിലോട്ട് ഭയങ്കര ധൃതിയാണ്. കാരണം എന്താണെന്നറിയാമോ, കൈരളി ടി വിയിൽ ലക്ഷ്മി നായരുടെ കുക്കറി ഷോ ഉണ്ടായിരുന്നു, മാജിക് ഓവൻ. ഇത് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതിൽ മാം കാണിക്കുന്ന കേക്ക് ബേക്ക് ചെയ്യുന്ന വീഡിയോ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അന്നൊന്നും മിക്ക വീടുകളിലും ഓവനും കാര്യങ്ങളും ഒന്നുമില്ല, എൻ്റെ വീട്ടിലൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാം ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കും കേക്ക് ബേക്ക് ചെയ്ത് ഓവനിൽ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് മിക്ക വീടുകളിലും ഓവനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മിക്കവർക്കും കേക്ക് ബേക്ക് ചെയ്യാൻ അറിയാം. അപ്പോൾ ഇതൊന്നും പുതുമയല്ലാതായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി OTG ഓവനാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ആമസോൺ വഴി മേടിച്ചതാണ്. അഗാരോ എന്നാണ് ബ്രാൻഡിൻ്റെ നെയിം. ഒരു 25 ലിറ്ററിൻ്റെ ഒരു ഓവനാണ്. 2 കേക്കൊക്കെ നമുക്ക് ബേക്ക് ചെയ്യാം, പിസ്സ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബേക്ക് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം ഒരു ട്രേ ഉണ്ട്, ബേക്കിംഗ് ട്രേ ഉണ്ട്, പിന്നെ ഒരു വയർ റാക്ക് ഉണ്ട്, 2 ഹോൾഡർ ഉണ്ട്. പിന്നെ നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ, തന്തൂരി ചിക്കൻ ഒക്കെ ഗ്രില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്, കറങ്ങി വരില്ലേ അത്. പിന്നെ മേലെയും താഴെയും കോയിലുണ്ട്, 4 കോയിൽ. അപ്പോൾ നമുക്കത് മേലേന്ന് താഴേന്ന് ചൂട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 3000 റുപ്പീസേ ഉള്ളൂ ഓവന്. ഞാൻ 2 മാസം മുന്നേ മേടിച്ചതാണ്. ഇപ്പോഴത്തെ ആമസോൺ റേറ്റ് 4500 ആണ്. ഓഫർ റേറ്റ് ആട്ടോ. അപ്പോൾ വേണമെങ്കിൽ വേഗം മേടിച്ചോളൂ, റേറ്റ് കൂടുന്നതിന് മുമ്പ്. അപ്പം 2 മാസം ഞാൻ ഉപയോഗിച്ചിട്ട് അടിപൊളി റിസൾട്ടാണ്. കേക്കും എല്ലാം അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, പിന്നെ ഓരോന്ന് വെക്കുമ്പോൾ കൊടുക്കുന്ന ഫങ്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. രണ്ടാമത്തെ നോബ് ഇത് ടെമ്പറേച്ചറിൻ്റെ ആണ്. ടെമ്പറേച്ചർ നമുക്ക് 0 to 250 വരെ നമുക്ക് ഓപ്ഷൻസ് മാറ്റി കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ നോബ് വന്നിട്ട് ഓരോ ലൈൻസ് കാണാം. മേലേന്ന് ലൈൻ വന്നതും മേലേന്നുള്ള കോയിൽ ചൂടാവാനും, താഴേന്നുള്ള ലൈൻ ഇപ്പം ഞാൻ കാണിക്കുന്നത് താഴേന്ന് നന്നായിട്ട് ചൂട് കിട്ടാൻ വേണ്ടിയാണ്. മേലേന്നും താഴേന്നും ലൈൻസ് കാണിക്കുന്നത് നമുക്ക് മേലേന്നും താഴേന്നും ഒരുപോലെ ചൂട് കിട്ടും. അപ്പോൾ അത് നമുക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ, നല്ല കുക്കീസും അങ്ങനത്തെ സംഭവങ്ങൾ. ഇത് നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ, ഇങ്ങനെ കറങ്ങി വരില്ലേ റോട്ടിസറി ഗ്രില്ല് ചെയ്യാൻ, തന്തൂരി ചിക്കനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇതിലോട്ടൊക്കെ ഈ ഓപ്ഷൻസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ വന്നിട്ട് ടൈമറാണ്. ഈ ടൈമർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പോന്നു കഴിഞ്ഞാൽ ആ ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു അലാം അടിക്കും. അപ്പം നമ്മുടെ കേക്കാണെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യാനും, ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രില്ലിങ് ചിക്കൻ ആണെങ്കിൽ എന്തും മീറ്റ് ആണെങ്കിലും ആ ടൈം കഴിയുമ്പോൾ അലാം അടിക്കുമ്പോൾ നമുക്കത് ബേക്കായി കിട്ടിയിട്ടുണ്ടാവും, ഗ്രില്ല് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. ഇത് റോട്ടിസറിയാണ്. നമ്മൾ ചിക്കൻ ഇതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തിട്ട് കോർത്ത് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ആക്കുന്ന സ്ക്രൂ ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ഇതിലേക്ക് വെച്ചിട്ട് റോട്ടിസറിയുടെ ഫംഗ്ഷൻ ഞാൻ കാണിച്ചില്ലേ, അതിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ട് ചൂടായിരിക്കുമല്ലോ. അപ്പോൾ ഇതെടുക്കാൻ വേണ്ടി ഈ ഹോൾഡർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പതുക്കെ പൊക്കിയെടുത്താൽ നമുക്ക് ചിക്കനൊക്കെ ഈസി ആയിട്ട് ഇങ്ങ് പൊക്കിയെടുക്കാം, കൈയൊന്നും പൊള്ളത്തില്ല. അപ്പോൾ അടിപൊളിയാണ് ഓവൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ ഓൾറെഡി ബാറ്ററൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വാനില സ്പഞ്ചാണ് വെച്ചിരിക്കുന്നത്. 180 ഡിഗ്രിയിൽ മുകളിൽ നിന്നും താഴേന്ന് ചൂട് കിട്ടുന്ന ആ ഓപ്ഷനിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. 35 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ അത് തന്നെയാണ് നല്ല സോഫ്റ്റും നല്ല കളറൊക്കെ ഉണ്ട് വാനില സ്പഞ്ചിൻ്റെ. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഉറപ്പായി. ഇനി അടുത്ത് നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാം. ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ ഒരു സിമ്പിൾ റെസിപ്പി ആട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഓവനിൽ കാണിക്കാൻ വേണ്ടി ഞാനൊരു ചുമ്മാ വേഗം ചെയ്യുന്നതാണ്. ഒരു ടൊമാറ്റോ, കുറച്ച് ഗ്രീൻ ചില്ലി, ഗാർലിക്കും, പിന്നെ ജിഞ്ചറും, പിന്നെ ഉപ്പും, കുറച്ച് തൈരും കൂടി ഇട്ടിട്ട് മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിട്ട് നമ്മൾ ചിക്കനൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ ചിക്കനിലോട്ട് കുറച്ചുകൂടി തൈരും കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കുക. ഇനി നമ്മുടെ ഓവൻ ചിക്കൻ ഗ്രില്ല് ചെയ്യാനല്ലേ, അപ്പം 200 ഡിഗ്രിയിലാണ് ഞാൻ ആ ഓപ്ഷനാണ് കൊടുക്കുന്നത്. അതിൽ കൊടുത്തിട്ട് നമ്മുടെ ഗ്രില്ലിങ്ങിൻ്റെ ആരോ കാണിക്കുന്ന ഒരു നോബുണ്ട്. രണ്ടാമത്തെ നോബിൽ താഴെ ആരോ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാം. അതിലോട്ട് കൊടുത്തിട്ട് താഴെ ടൈമർ നമ്മളൊരു 10 മിനിറ്റ്സ്, അതായത് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ആക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും
നമുക്ക് ഈ ഹോൾഡർ വെച്ചിട്ട് ഈ വയർ റാക്കൊക്കെ ഇങ്ങനെ പൊക്കിയെടുക്കാം കേട്ടോ. ഒരിക്കലും തണുത്ത ഓവനിലോട്ട് നമുക്ക് ഒരു സംഭവങ്ങളും വെച്ച് കൊടുക്കാൻ പാടില്ല. എപ്പോഴും പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് വേണം നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാനോ കേക്ക് ബേക്ക് ചെയ്യാനോ ഒക്കെ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഒരു ഓവൻ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈം എടുക്കും അതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുക്കാൻ. അതൊക്കെ കറക്റ്റ് ടൈമിംഗ് ഒക്കെ പഠിച്ചെടുത്താൽ നമ്മൾ എന്ത് സംഭവം അതിലുണ്ടാക്കിയാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. അത് നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പം ഞാനിത് 10 മിനിറ്റ് 200 ഡിഗ്രിയിൽ ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ്റെ പീസസ് ഒക്കെ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 40-45 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഗ്രില്ല് ചെയ്ത് റെഡിയാവും. പിന്നെ ഇതിനിടയ്ക്ക് ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോൾ ചിക്കൻ ഒന്ന് മറിച്ച് കൊടുക്കണം. കാരണം ഒരു സൈഡ് മാത്രമേ ഗ്രില്ലാവത്തുള്ളൂ. അപ്പം അപ്പുറത്തെ സൈഡും കൂടി ഗ്രില്ലാവണമെങ്കിൽ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് ഗ്രില്ലായി വന്നായിരുന്നു. പക്ഷേ എനിക്കിത് ഫുള്ളായിട്ടുള്ള വീഡിയോ എൻ്റെ ഇത് മിസ്സായിപ്പോയി. അപ്പോൾ ഇത്രേ ഇതിൻ്റെ അകത്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ. ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇനി ഈസി കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ക്രിസ്മസിന് മുന്നേ ഓവൻ വേണ്ടവരൊക്കെ മേടിച്ചോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ. അപ്പോൾ താങ്ക് യു സോ മച്ച്.